ഇത് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം. കൊച്ചി രാജാവ് രാജ്യം ഭരിച്ചിരുന്നത് ഇവിടെ വെച്ചാണ്. ഇത് 1914 ലണ്ടനിലുള്ള എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനി ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ച ലിഫ്റ്റാണിത്. 1914 മ്യൂസിയത്തിനകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോട്ടം താഴെ ഫ്ലോറിലാണ് പതിയുക. വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള വളരെ ഭംഗിയുള്ള ടൈലുകളാൽ ഓരോ മുറിയും വ്യത്യസ്തമാർന്ന ടൈലുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇത് കൊച്ചി രാജവംശത്തിൻ്റെ പതാകയും രാജചിഹ്നവുമാണ്. ഇതാണ് രാജവംശത്തിൻ്റെ ചിഹ്നം. നമ്മുടെ കേരള സർക്കാരിൻ്റെ ചിഹ്നമായിട്ട് പെട്ടെന്ന് സാമ്യം തോന്നും. രണ്ടാം ചേര പെരുമാക്കന്മാരുടെ വാഴ്ച അവസാനിച്ചതോടെ കൊച്ചി ഉൾപ്പെട്ട പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ അധീനതയിലായി. ചെറുതോതിലുള്ള ആഭ്യന്തര കലാപങ്ങളോടൊപ്പം സാമൂതിരിയുടെ ആക്രമണം കൂടിയായപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ അംഗങ്ങൾ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുകയും കൊച്ചി രാജ്യം നിലവിൽ വരികയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യൻ യൂണിയനിൽ ആദ്യം ചേർന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്ന് കൊച്ചിയായിരുന്നു. യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കാതാണ് കൊച്ചി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. ഈ ഹിൽ പാലസ് 52 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 37 ഏക്കർ പൂന്തോട്ടമാണ്. ബാക്കിയുള്ള സ്ഥലത്താണ് 4 കുളവും കൊട്ടാരവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള 49 മറ്റു സൗധങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. ഈ മ്യൂസിയത്തിൽ ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചരിത്ര അന്വേഷികൾക്കാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിയും. വളരെ മനോഹരമായ അകത്തളങ്ങൾ, ഭംഗിയാർന്ന ഫ്ലോറിങ്ങുകൾ. ഇത് ഇപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ സിംഹാസനങ്ങളും കസേരകളുമാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുക. രാജാവ് ഉപയോഗിച്ചിരുന്ന സിംഹാസനവും കസേരയും മറ്റുമാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുക. സിംഹാസനം ഉണ്ടാക്കിയിട്ടുള്ളത് ഈട്ടിത്തടി കൊണ്ടാണ്. അതിൽ വെള്ളി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പാദപീഠത്തിലും അതുപോലെ തന്നെ ഈട്ടിത്തടി കൊണ്ട് ഉണ്ടാക്കി വെള്ളി കെട്ടിയിട്ടുണ്ട്. രാജഭരണകാലത്തെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഡെപ്ത് നമുക്ക് മനസ്സിലാവുക. കൊച്ചി രാജവംശം വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിലും ഉത്സുകരായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളാണ് നമുക്ക് ഈ ആർട്ട് ഗാലറിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. എറണാകുളത്തെ മഹാരാജാസ് കോളേജ്, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ്, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ഇവയെല്ലാം കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇത് കൊച്ചി രാജാവ് RLV സ്കൂൾ ഗവൺമെൻറ് കൈമാറുന്നതാണ്. ഇപ്പോൾ ഈ സ്കൂൾ നാശത്തിൻ്റെ വക്കിലാണ് എന്നിരിക്കലും അന്ന് കാലത്ത് രാജാവ് അത് ഗവൺമെൻറ്റിന് നടത്തുവാനായിട്ട് കൊടുക്കുകയായിരുന്നു. ധാരാളം അപൂർവങ്ങളായ
ചിത്രങ്ങളാണ് ഈ ഗ്യാലറിയിൽ കാണാൻ സാധിക്കുക. കൊച്ചിയുടെ അവസാനത്തെ മഹാരാജാവായിരുന്നു രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ശവകുടീരവും ഈ ഹിൽ പാലസിനോട് ചേർന്ന് കാണാൻ സാധിക്കും. കേരള സർക്കാരിനോട് വളരെ താല്പര്യപൂർവ്വം ഇടപെട്ടിരുന്ന രാജവംശം ഹിൽ പാലസ് 1980 കേരള സർക്കാരിന് കൈമാറുന്നത്. 1986 ഇത് പുരാവസ്തു മ്യൂസിയമാക്കി കേരള സർക്കാർ ജനങ്ങൾക്കായിട്ട് തുറന്നു. ചരിത്രം അറിയണമെങ്കിൽ ഓരോ ഗ്യാലറിയിലെയും ഈ ചിത്രങ്ങളും വിവരണങ്ങളും വായിച്ച് മാത്രമേ മുന്നേറാൻ കഴിയുകയുള്ളൂ. ഇത് പരദേശി സിനഗോഗ്. പഴയ കൊച്ചിയിൽ നായർ പടയാളികളും ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ചിത്രം. പഴയ കൊച്ചി പട്ടണത്തിൻ്റെ ഒരു ചിത്രമാണ്. ഡച്ചുകാർ കൊച്ചിയിലേക്ക് വന്നത്. അങ്ങനെ പല അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഇവിടെ നമുക്ക് കൊച്ചി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചിത്രങ്ങൾ. ഇത് കൊച്ചി മഹാരാജാവിൻ്റെ കിരീടമാണ്. 1850 ഗ്രാം സ്വർണത്തിൽ നിർമ്മിച്ചാണ് ഈ കിരീടം. ഇത് പോർച്ചുഗീസ് രാജാവ് മഹാരാജാവിന് സമ്മാനിച്ചാണ്. ഇതിൽ ധാരാളം മരതക വൈഡൂര്യ രത്നക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്.
കൊച്ചു രാജകന്മാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടികളും പല്ലക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പലതരം വിശേഷണങ്ങളിൽപ്പെട്ട കുതിരവണ്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയും. കുതിരവണ്ടിക്കും പല വിശേഷണങ്ങളുണ്ട് എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പഴയകാല ചരിത്രം പുതിയ ജനറേഷന് കാണിച്ചു കൊടുക്കുന്ന അനേകം അമൂല്യങ്ങളായ പുരാവസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവയിൽ പലതും തന്നെ വളരെ വിലപിടിപ്പുള്ള ആനക്കൊമ്പ്, സ്വർണം, വെള്ളി എന്നിവയിൽ നിർമ്മിച്ചതാണ്. കൊച്ചി രാജ്യത്തിൻ്റെ പതാകയും ചിഹ്നവും കുടുംബ ചിഹ്നത്തിൻ്റെ പ്രത്യേക ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് ഏകദേശം 1890 അടുത്താണ് രൂപീകൃതമായതെന്നാണ്. 1947 ഇത് പരിഷ്കരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. 1795 കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ അഭിമാനമാണ് ജനങ്ങളുടെ കുലധനം എന്ന് അർത്ഥമുള്ള മാനം കുലധനം ഹിന എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളിച്ച രാജമുദ്ര ഔദ്യോഗികമായി രാജ്യം സ്വീകരിച്ചായി പ്രഖ്യാപിച്ചു. ഇത് കൊച്ചി രാജ്യത്തിൻ്റെ ഔദ്യോഗിക മുദ്രയായി ബ്രിട്ടീഷ് സർക്കാരും അംഗീകരിച്ചു. രാജ്യസംബന്ധമായ എല്ലാ എഴുത്തുകുത്തുകളിലും ഉത്തരവുകളിലും ഈ മുദ്രയാണ് പതിവായി ഉപയോഗിച്ചിരുന്നത്. ഇത് നന്നങ്ങാടികൾ. പുരാതന കാലത്ത്, അതായത് മഹാശിലായുഗ കാലത്ത് മരിച്ച വ്യക്തികളുടെ അവശിഷ്ടങ്ങൾ ഇതിലാണ് സൂക്ഷിച്ച് ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നത്. അങ്ങനെ മരിച്ച മൃതശരീരത്തിൻ്റെ അവശിഷ്ടം സൂക്ഷിക്കുന്ന ഇത്തരം നന്നങ്ങാടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൽ ചിലതാണ് ഇപ്പോൾ കാണുന്നത്. കാണുന്ന കസേര വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. വെള്ളി കൊണ്ടുള്ള രാജ കസേരയാണത്. അതുപോലെ വെള്ളി കൊണ്ടുള്ള കപ്പ്, ആനക്കൊമ്പ് കൊണ്ടുള്ള ഫർണിച്ചറുകൾ എന്നിവയെല്ലാം കാണാം. ഇത് രാജാവിൻ്റെ ഭരണകാലത്ത് കുതിരകൾക്ക് അണിയിക്കുന്ന ചില ചമയങ്ങളാണ്. രാജാവിൻ്റെ കുതിരകളെ അണിയിക്കുന്ന ചില ചമയങ്ങൾ. നമുക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട് എന്ന്. പക്ഷേ രാജാവിൻ്റെ പ്രതാപവും പ്രൗഢതയും കാണിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. ഇതാണ് ആ കുതിരകളെ ചമയിച്ച് വെച്ചിട്ടുള്ളതാണ്. പൂണിത്തുറ ഹിൽ പാലസിന് ചുറ്റും 52 ഏക്കറിൽ വലിയ മരങ്ങളും സസ്യങ്ങളും പൂന്തോട്ടവും നിറഞ്ഞ ഈ പ്രദേശം ഒരു പുതുമയായിട്ടാണ് ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം ഇത്രയും
മെട്രോ സിറ്റി ആയിട്ടുള്ള കൊച്ചിക്ക് ഒരു തിലകക്കുറിയായിട്ട് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച. 52 ഏക്കറിലെ ഒരു ഹരിത ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് ഹിൽ പാലസിനെ പറയാം. അനേകം മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മണിച്ചിത്രത്താഴ്, അതുപോലെ അനേകം ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിന് പറ്റിയ ലൊക്കേഷനാണ് ഈ ഹിൽ പാലസിലുള്ളത്. എന്നെ ഏറെയും ആശ്ചര്യപ്പെടുത്തിയ ആ ഹിൽ പാലസിലുള്ള ഫ്ലോറിംഗ് ടൈലുകളാണ്. ഓരോ റൂമിനും വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഫ്ലോറിംഗ് ടൈലുകൾ. ഇപ്പോഴും അവയുടെ ആ ചാരുത നിറം മങ്ങാതെ നിൽക്കുന്നു. അന്ന് കാലത്ത് എറണാകുളത്തുണ്ടായിരുന്ന മറ്റു പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. രാജഭരണം നിലനിന്നിരുന്ന സമയത്തും എറണാകുളത്ത് മറ്റ് പ്രശസ്തമായ കെട്ടിടങ്ങളാണ് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ചാന്ദമംഗലം സിനഗോഗ്, ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ സംഭാവനയാണ്. വടക്കുംനാഥൻ ക്ഷേത്രം തുടങ്ങിയവയിലെല്ലാം രാജാവിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ചെറിയ മിനിയേച്ചറുകളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം തുടങ്ങിയവയുടെ മിനിയേച്ചറുകളാണ് ആ കണ്ടത്. സെൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ച് വേലൂർ, ബസിലിക്ക ഓഫ് സാന്താക്രൂസ്, ഫോർട്ട് കൊച്ചിൻ. അന്ന് കാലത്തും രാജാവ് മറ്റു മതങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു അതിനുള്ള ഒരു തെളിവ് കൂടി. സത്യം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടിവരും ഈ സ്ഥലം നടന്ന് എല്ലാം വായിച്ച് മനസ്സിലാക്കി പോകുവാനായിട്ട്. ഇത് ശിലാശില്പ ഗ്യാലറിയാണ്. ഈ ഗ്യാലറിയിൽ നിറയെ കരിങ്കൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അനേകം ശില്പങ്ങളാണ്. നാഗയക്ഷി, നാഗരാജാവ്, വീരക്കല്ല്, കൽവിളക്ക് തുടങ്ങി അനേകം നിർമ്മിതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവയിലെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികളാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കൊച്ചി രാജവംശം ഈ ഹിൽ പാലസ് കേരള ഗവൺമെൻറ്റിന് കൈമാറുകയും അതുവഴി നമുക്കെല്ലാം അന്ന് കാലത്തെ ചരിത്രങ്ങളും മറ്റും മനസ്സിലാക്കുവാനായിട്ട് വളരെ മനോഹരമായ ഒരു മ്യൂസിയമാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞത് ഭാവി ജനങ്ങളോടുള്ള ഒരു കടപ്പാട് തന്നെയാണ്. കല്ലിൽ കൊത്തിയെടുത്ത അനേകം ശില്പങ്ങൾ, ഇവയെല്ലാം അന്ന് കാലത്ത് ഒരുപക്ഷെ ദേവി ദേവ വിഗ്രഹങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നതായിരിക്കാം. അനേകം വീരക്കല്ലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ചരിത്രത്തിൻ്റെ വലിയൊരു അവശേഷിപ്പ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടാണ് കൊച്ചി രാജവംശം കേരള സർക്കാരിന് ഈ കോട്ടയും 52 ഏക്കർ സ്ഥലവും കൈമാറിയത്. അതുവഴി ഉൾത്തുടിപ്പുകൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇത്തരം അതിപുരാതനമായ മ്യൂസിയം കാണുക വഴി തന്നെ. വലിയൊരു ചരിത്രം മനസ്സിലേക്ക് ആവഹിച്ചുകൊണ്ടാണ് ഞാൻ തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് മ്യൂസിയം കണ്ട് പുറത്തിറങ്ങുന്നത്. എത്രയേറെ വാസ്തു പ്രാധാന്യമുള്ള ഒരു ആർട്ട് ഗാലറി മ്യൂസിയമാണ് ഇത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.